പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാപ്രാണം ഹോളി ക്രോസ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൊറയൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജു, സ്കൂൾ മാനേജർ ഫാദർ ജോണി മേനാച്ചേരി, റിട്ടയേർഡ് തഹസിൽദാർ സിമീഷ് സാഹു, PTA പ്രസിഡന്റ് ജ്യോതി രാമകൃഷ്ണൻ, കോർഡിനേറ്റർ ഹരിദാസ് TV എന്നിവർ പ്രസംഗിച്ചു. വലിയ നിലയിലുള്ള ചൂടും അതുപോലെ തന്നെ പ്രളയവും വലിയ നിലയിലുള്ള മാരകമായ രോഗങ്ങളും ഒക്കെ നമുക്ക് കാണുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ നമ്മുടെ പ്രകൃതിയെ നമുക്ക് കാത്തുപരിപാലിക്കണം. ഇത് നമ്മുടെ കുഞ്ഞുമക്കൾ, നിങ്ങളൊക്കെ ഓർക്കും ഞാനൊരാൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനും, എല്ലാവരും ഒന്ന് മാറട്ടെ, ഞാനും മാറാം എന്ന് ചിന്തിച്ചാൽ നമ്മൾ ആരും മാറില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ സംരക്ഷകരായി, പരിസ്ഥിതിയുടെ പരിപാലകരായി സംസ്ഥാനത്ത് ഗവൺമെന്റ് വരട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് വരട്ടെ, മുനിസിപ്പാലിറ്റി വരട്ടെ, അങ്ങനെ അധികാരികളൊക്കെ ആദ്യം കാര്യങ്ങളൊക്കെ വേണ്ടി മുന്നോട്ട് വരട്ടെ എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ കൂടാം എന്ന് നമ്മൾ കരുതിയാലും നമ്മളെ എത്തില്ല. നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാൽ പറ്റുന്ന നിലയിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ടുള്ള ഞാൻ എന്നിൽ നിന്ന് ആരംഭിക്കാം ഈ പ്രകൃതിയോടുള്ള സ്നേഹം. എന്നെ കൊണ്ട് പറ്റുന്ന നിലയിൽ ഈ പ്രകൃതിയെ കാത്തു പരിപാലിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗുണപ്രദമല്ലാത്ത പദാർത്ഥങ്ങൾ, അതിനെ ഞാൻ വലിച്ചെറിയില്ല. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ ഞാൻ വലിച്ചെറിയില്ല. അത് നശിപ്പിക്കാൻ ഞാൻ മുൻകൈ എടുക്കും. അവിടെ തന്നെ എൻ്റെ വീടും പരിസരവും പരിസര സ്ഥലങ്ങളും ഒക്കെ തന്നെ വൃത്തിയായി സൂക്ഷിക്കാൻ, വെള്ളം പരിശുദ്ധമായി സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ വൃത്തിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നാളേക്കായി ഒരു തൈ നൽകി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ക്യാമ്പയിന് തുടക്കമിട്ട് ഇരിങ്ങാലക്കുട നഗരസഭ. സംസ്ഥാന സർക്കാർ 4 നല്ല വർത്തമാനം എന്ന പേരിൽ ആവിഷ്കരിച്ചിട്ടുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ജനപ്രതിനിധികൾക്കായി പദ്ധതിയുടെ അവതരണം നടന്നു. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നഗരസഭകളിലെ സന്ദർശനം, ബോധവൽക്കരണം, കൂട്ടായ പ്രവർത്തനം, വീട് വീടാന്തരം കയറിയുള്ള ബോധവൽക്കരണം എന്നിവ നടക്കും. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ഉറപ്പാക്കലും ശാസ്ത്രീയ സംസ്കരണവും നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളത് 2 തരംതിരിക്കുക, 2 ബിന്നുകളിലിടുക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ ചട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 4 കളറുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതായത് പച്ച ജൈവം നിങ്ങൾ പച്ച ബിന്നിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ പറയണം. ഞങ്ങളും നിങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അജൈവം നമ്മൾ സംസ്കരിക്കുന്നത് നീല ബിന്നിലാണ്. നീല ബിന്ന് അജൈവത്തിന്, ഡ്രൈ വേസ്റ്റിന് നമ്മൾ മാറ്റി വയ്ക്കും. അതേപോലെ തന്നെ അത് മഞ്ഞയാണ്, കളറ് ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. മഞ്ഞ ബിന്നിൽ നമ്മൾ സാനിറ്ററി മാലിന്യങ്ങളാണ് നിക്ഷേപിക്കുന്നത്. അതായത് സാനിറ്ററി പാഡുകൾ, കുട്ടികളുടെ ഡയപ്പറുകൾ, ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മഞ്ഞ ബിന്നുകളിൽ നിക്ഷേപിക്കാം. പിന്നെയാണ് പ്രത്യേകം പരിചരണം ആവശ്യമുള്ള, അതാണ് ഇലക്ട്രോണിക് വേസ്റ്റുകൾ, അതേപോലെ തന്നെ ബാറ്ററികൾ, മൊബൈൽ ഫോൺ, പഴയ മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ പെയിന്റിന്റെ ടിന്നുകൾ, ഇതൊക്കെ കെമിക്കലാണ്. ഈ കെമിക്കൽ ഉണ്ടാവുന്ന
ഇതേപോലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനാണ് കറുപ്പ് ബിന്നുകൾ. ഇപ്പൊ പുതിയതായിട്ട് വന്ന ബിന്നുകൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ആ ലാസ്റ്റുള്ള രണ്ടെണ്ണമാണ്. ചിലപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കൂടി സഹായം സാധാരണ ഉണ്ടാകുമെന്ന് കുറേ കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ STPയുടെ നിർമ്മാണത്തിന് 20 കോടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം നമുക്ക് സർവേ നടക്കുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിക്കാരാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും അതിൻ്റെ പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പോൾ അവരതിൻ്റെ സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഹിൽ പാർക്കിൽ അതിനനുസൃതമായിട്ട് STPയുടെ നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ നഗരത്തിലെ എല്ലാ ഹോട്ടലുകളുടെയും മാലിന്യം നമുക്ക് അവിടുന്ന് ശേഖരിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഹോട്ടലുകാർ വലിയ പരാതി അവസാനിക്കും. അവർ സ്വന്തമായിട്ട് സംസ്കരണ പ്ലാന്റും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള വലിയ ചെലവേറിയ പ്രവർത്തനവും അത് സ്ഥാപിച്ച് അവിടെ നമ്മുടെ ലൈസൻസൊക്കെ മേടിക്കും. പിന്നെ സൗകര്യം പുറത്തേക്ക് തോട്ടിലേക്ക് ഒഴുക്കുകയും ആ പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ അളവിൽ പരിഹരിക്കാം. അതിനൊക്കെ നമുക്കൊരു നയരൂപീകരണം നടത്തണം. അതിനുള്ള യൂസർ ഫീസ് എങ്ങനെയുള്ളത് നമുക്കൊന്ന് ഒന്നുകൂടി അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മാർഗ്ഗരേഖകൾ പരിശോധിച്ച് അതിനനുസൃതമായിട്ട് നമ്മുടെ പട്ടണത്തിലും എങ്ങനെ വേണം അതിന് ഏതൊക്കെ തരത്തിലുള്ള യൂസർ ഫീസുകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് 60 രൂപ വീടുകളിൽ നിന്നും 100 രൂപ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ നമുക്കുണ്ടോ? അതിലതുപോലെ വരുമ്പോൾ ആരെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ? ചില ആളുകളെ ഒഴിവാക്കുന്നുണ്ട്. ഒട്ടും മാലിന്യം ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. അവരെങ്ങനെ ഒഴിവാക്കണം? അതിന് മുമ്പ് നയം ഉണ്ടാക്കണം. നമുക്ക് വിശദമായിട്ട് അതിനൊരു കരട് മാർഗ്ഗരേഖ ഗവൺമെൻറ് ലഭിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു കരട് ഞാൻ അവതരിപ്പിക്കുക. ആ കരടിന്മേൽ ചർച്ചകൾ നടത്തി മാറ്റങ്ങൾ വരുത്തി ഏതൊക്കെ മേഖലകളിൽ യൂസർ ഫീസ് പുതിയതായിട്ട് ഏർപ്പെടുത്താൻ സാധിക്കും. ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആളുകളുടെ പ്രശ്നം നീതി നയമാണ്. നീതി പറഞ്ഞാൽ അപ്പോൾ എതിരായി, നിയമം പറഞ്ഞാൽ എതിരായി. രണ്ട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും പ്രശ്നമാണ്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അംബുജ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഗീത സംവിധായകൻ ജോസഫ് അക്കരക്കാരൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KU വിജയൻ, പ്രസീന സജയൻ, ബിന്ദു വർക്കി, സുരേഷ് ബാബു, K രാജേഷ്, PD നെൽസൺ, ജോയിന്റ് BDO രാജേഷ്, ഹെഡ് ക്ലർക്ക് പ്രിയദർശൻ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക്കിന് മുളം തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊഗലത്ത്, PTA പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ടെൽസൺ കോട്ടോളി, ഷീജ MJ, മായ, ജിഫിൻ MY എന്നിവർ പ്രസംഗിച്ചു. പരിസ്ഥിതി അവബോധം കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി NSS, NCC, റേഞ്ച് റോവർ, സൗഹൃദ ക്ലബ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ മുളങ്കാട് ഒരുക്കുന്ന പദ്ധതിക്കാണ് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ചത്. പ്രകൃതി, പരിസ്ഥിതി ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പരിസ്ഥിതിയുടെ, പ്രകൃതിയുടെ, ഭൂമിയുടെ ഒക്കെ ആവശ്യം വളരെ വലുതാണ്. നമ്മളില്ലെങ്കിലും പ്രകൃതിയും പരിസ്ഥിതിയും ഭൂമിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകും. നമുക്കാണ്, മനുഷ്യർക്കാണ് പ്രകൃതിയെ കൊണ്ട് ആവശ്യം. പറഞ്ഞ പോലെ കറക്റ്റാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതത്തിന് പ്രകൃതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിക്ക് ഏറ്റ മുറിവുകൾ വളരെ വലുതായി പോകും. ആവാസ വ്യവസ്ഥയൊക്കെ തകിടം മറിക്കുന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വിഷലിപ്തമാക്കുന്ന പ്രകൃതിയിൽ ജീവിക്കേണ്ട ഒരവസ്ഥ മനുഷ്യന് ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ കൃത്യമായി ലോകത്തെമ്പാടും നടന്നു പോകും. ലോക സംഘടന, ഐക്യരാഷ്ട്ര സംഘടന തീരുമാനമെടുത്തു, ഇത് ഒരു തെറ്റായ പോക്കായതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ജൂൺ 5 എന്ന ദിവസം ഈ ലോകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് ഓർക്കാൻ, പ്രകൃതിയെക്കുറിച്ച് ഓർക്കാൻ, അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മനോഹാരിതയെക്കുറിച്ച് ഓർക്കാൻ, അതിനെ സംരക്ഷിക്കാൻ ഒക്കെ ഒരു ദിനമാക്കി ഈ ദിനത്തെ
ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേവാരണ്യം പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടൽമാണിക്യം ദേവസ്വം കീഴടം അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നിർവഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KG അജയ്കുമാർ സ്വാഗതവും രാഘവൻ മുളങ്ങാടൻ നന്ദിയും പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ മാസം 5-ാം തീയതി സമുചിതമായി ലോകമെമ്പാടും ആചരിക്കാറുണ്ട്. കാരണം പ്രകൃതി ചൂഷണങ്ങൾ തടയുന്നതിനും നമുക്കൊരു മെച്ചപ്പെട്ട പാരിസ്ഥിതിക അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്ന ലക്ഷ്യം രണ്ടും കൂടിയിട്ടാണ് ഈ പരിപാടി എല്ലാ വർഷവും നടത്തി വരുന്നതിൻ്റെ കാരണം. ഞാനൊരു വർഷം മുൻപ് ഒരു ഇൻഡസ്ട്രിയൽ കോൺക്ലേവിൽ ചെന്നൈയിൽ സംബന്ധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇനിയുള്ള സാധ്യത നമ്മുടെ കടലിൻ്റെ അടിയിലാണ്. ഇനി ഒരിക്കലും മുകളിലല്ല, ഭൂമിയുടെ മുകളിലല്ല. ലക്ഷക്കണക്കിന് കോടിയുടെ സാധ്യത 1000 വർഷങ്ങളിൽ മേലെ നമ്മുടെ രാജ്യത്തിന് വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതയാണ് കടലിനടിയിൽ എന്ന് അവിടെ ധാരാളം ഡിസ്പ്ലേകളിൽ കൂടി ഞങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ അദാനിയുടെ ഗൗതം അദാനി പങ്കെടുത്തിരുന്നു, അംബാനിയുടെ മുകേഷിൻ്റെ മകൻ പങ്കെടുത്തിരുന്നു. വലിയ രാജ്യത്ത് വലിയ കോർപ്പറേറ്റുകളുടെ പ്രതിനിധികളും വലിയ വ്യവസായികളും പങ്കെടുത്ത് അവർ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ച ലോകം മറ്റൊരു ലോകമാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഒരു ഗതാഗതമടക്കം പാതകളടക്കം എല്ലാം വിഭാവനം ചെയ്ത് ലോകത്തിൽ എല്ലാ സ്ഥലത്തും എത്തിക്കാവുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ് അന്ന് അവിടെ ഒരു 3 മണിക്കൂറോളം ദീർഘിച്ച പവർ പ്ലേ പ്രസൻറ്റേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. ലോകം മാറുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കണം, മരങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്നതിൻ്റെ പ്രാധാന്യം, അതിനേക്കാളും പ്രാധാന്യം ഇപ്പോൾ സമുദ്രത്തിനടിയിൽ കാണുന്ന ഒരു ലോകമായിട്ട് നമ്മുടെ ലോകം മാറുകയാണ്. എന്തായാലും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു മരം നട്ട് കൊടുക്കുമ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളിലിരിക്കുന്ന പക്ഷികളുടെ സ്ഥിതി ആലോചിച്ച് അവർക്ക് പക്ഷികൾക്ക് ഈ ചില്ലകളിൽ വന്നിരിക്കാനും അവരെ വിശ്രമിക്കാനും സാധിക്കുന്നു. ഇതിന് തണലിൽ വന്നു ചേരാൻ കഴിയുന്ന ധാരാളം ആളുകളുടെ കാര്യം. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് വൃക്ഷം എന്നുള്ളത് നമുക്കറിയാം. പണ്ട് അത് നമ്മുടെ ഏത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടായാലും ഏത് വേദഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ടായാലും വൃക്ഷത്തിൻ്റെ പ്രാധാന്യം ഈ വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോഴാണ് പലർക്കും നല്ല ചിന്തകൾ വരുന്നതും എല്ലാം ഉണ്ടാകുന്നതെന്ന് നമ്മുടെ പല ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൃക്ഷം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മാഗി വിൻസെന്റ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ് എന്നിവർ പങ്കെടുത്തു. ലോകമെമ്പാടും ഈ ഭൂമിയെ രക്ഷിക്കാൻ എങ്ങനെ നമ്മൾ ഈ ഭൂമിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഭൂമിയെ രക്ഷിക്കാനുള്ള കർത്തവ്യത്തിലേക്ക് നമ്മൾ ഓരോ മനുഷ്യരും വളരെ ജാഗരൂകരായി പ്രവർത്തിക്കാൻ ഇന്നൊരു ദിവസം ലോക പരിസ്ഥിതി ദിനമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോകത്ത് ഇപ്പോൾ വളരെയധികം മാലിന്യം കൂടാരങ്ങളായിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്ത് വന്നത് മറ്റുള്ള ഒരു ഭാവി തലമുറയെ നമുക്ക് ഉന്നം കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭാവി തലമുറയെ നമ്മൾ വാഗ്ദാനത്തെ എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ട ദിവസത്തിനും കൂടിയുള്ള പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ് ഈ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ലോകം ഇന്ന് പല പല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ഒരു ലോകത്തിന്, ഈ ഭൂമിക്കൊരു പച്ചക്കുട നിർത്തുവാൻ നമുക്ക് മരങ്ങൾ നട്ടുകൊണ്ട് നമുക്കതിനൊരു തുടക്കം കുറിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു നടപടി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പരിസ്ഥിതി ദിനത്തിൽ ഇന്നിവിടെ നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ മരം നട്ടുകൊണ്ട് ഈ ലോക പരിസ്ഥിതിയോട് നമ്മുടെ ഐക്യദാർഢ്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഇവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നഴ്സുമാർ, മറ്റുള്ള സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും ഈ ഇതിൽ പങ്കാളികളാവണം.
തുമ്പൂർ ഹരിശ്രീ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം ഇരിങ്ങാലക്കുട ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സോണി സേവ്യർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക പ്രിയ രാംദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് സെക്രട്ടറി ഷാജു പാറേക്കാടൻ, ട്രഷറർ ഡിബിൻ അമ്പൂക്കൻ എന്നിവർ പ്രസംഗിച്ചു. ഇതിന്റെ അപ്തവാക്യം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ ഫ്യൂച്ചർ, ബൈ ഫോർ ക്ലൈമറ്റ്, ഫോർ അവർ ഫ്യൂച്ചർ. അതായത് പ്രകൃതിയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ കാലാവസ്ഥയെയും നമ്മുടെ ഭൂമിയെയും സംരക്ഷിക്കുന്ന എന്ന സന്ദേശമാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് നൽകുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന പോലെ നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളം എന്ന് പറയുന്നത് മലകളാലും അതേപോലെ തന്നെ ഒട്ടനവധി നദികളാലും സമുദ്രങ്ങളാലും അനുഗ്രഹീതമായ ഒരു നാടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശുദ്ധജലവും ശുദ്ധവായും കിട്ടുന്ന ഒരു നാടാണ് നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളം. അതിനെ നമ്മളെല്ലാവരും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിനെ നമ്മൾക്ക് ഓർമ്മിപ്പിക്കുന്ന, അതേപോലെ നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ കുട്ടികളും നിങ്ങളുടെ വീട്ടില് കുഞ്ഞു ചെറുപ്പത്തിലെ തന്നെ ഓരോ ചെടികളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈ നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മളുടെ ഈ ഒരു കൊച്ചു It is celebrated on June 5th every year, reminds us about the importance of protecting our earth. The theme of World Environment Day 2026 focuses on climate action and the need to repair our relationship with nature. It reminds us protecting our environment is not only the duty of government but also the responsibility of every person. സംസ്കാര സാഹിതി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയും KSRTC കൂട്ടായ്മയും സംയുക്തമായി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. നിയോജക മണ്ഡലം ട്രഷറർ AC സുരേഷ്, സെക്രട്ടറി TG പ്രസന്നൻ, CV വിജയൻ, മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പരിസ്ഥിതി ദിനം എല്ലായിടത്തും കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുമ്പോഴും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വെച്ച തൈകളുടെ പരിപാലനമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ വേനലൊക്കെ നമ്മളെ സഹിക്കാൻ പറ്റാത്ത ഒരു വേനലായിട്ട് നമ്മൾ പലപ്പോഴും കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ പരിസ്ഥിതിയിൽ പച്ചപ്പും വൃക്ഷങ്ങളും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഓരോരുത്തരും ഓരോ തൈ നടുകയാണെങ്കിൽ അത് നമ്മുടെ സമയത്ത് നമുക്ക് തന്നെ അതൊരു തണലായി മാറുന്നു. നമ്മുടെ വരും തലമുറകൾക്ക് അതൊരു സമ്പത്തായി മാറുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്കാണ് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടത്. നമ്മുടെ ജീവിക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഇടപഴകുന്ന ഇടങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ വൃക്ഷത്തൈകൾ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ച് അതിൻ്റെ ഫലം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ പരിസ്ഥിതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് നമുക്ക് തന്നെയുള്ള ഒരു മുതൽക്കൂട്ടാക്കി നമ്മുടെ തന്നെ ജീവനും ഒരു സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ പരിസ്ഥിതി ദിനത്തെ ഉപയോഗിക്കണം. അല്ലാതെ വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറാതെ അങ്ങനെ തുടർ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരും. ഇവിടെ നടക്കുന്നത് നമുക്കറിയാം. പ്രസിഡന്റ് ചേട്ടൻ്റെ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി തൈകൾ കുട്ടികൾക്ക് വിതരണം ചെയ്ത് ലാലി ടീച്ചർ അടുക്കളത്തോട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രേണുക സജി, PTA പ്രസിഡന്റ് ശ്രീഷ്മ സലീഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപിക ഉഷ സ്വാഗതവും ഇക്കോ ക്ലബ് കൺവീനർ ബിജി CB നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൽ പാറപ്പുറത്ത് തറയിൽ വള്ളോൻ മകൻ മുരളി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ബാലൻ, ശാന്ത, കുമാരി, ലീല, രമ, പരേതനായ ചന്ദ്രൻ എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.